ഹാലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹാലേലൂയ. വീണ്ടും ഒരു നല്ല ദിവസം നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കെ ദൈവം നൽകി തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. സ്തോത്രം. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേയോ ആരതായാലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്നതിനും അവരെ ബ്ലെസ് ചെയ്യുന്നതിനും വേണ്ടിയാണ്. എല്ലാവരും കരങ്ങളെ ചേർത്തടിച്ചൊന്ന് കർത്താവിനെ ആരാധിച്ച് ഉറക്കമൊക്കെ പോട്ടെ. എല്ലാവരെയും കരങ്ങളൊന്ന് ചേർത്തടിച്ച് ഹാലലുയ ഹാലലുയ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആ കരങ്ങളെല്ലാം ചേർത്തടിച്ച് കർത്താവെ എന്നെ ഒരു ആത്മശക്തിയാൽ നിറച്ചിട്ട് ഇവിടെ നിന്ന് അയക്കാവൂ എന്ന് പറഞ്ഞ് ഹാലലുയ. കർത്താവെ ഞാനിവിടെ ഇരിക്കുന്നത് വെറുതെ ആവില്ല. ഒരാത്മശക്തിയാൽ എന്നെ നിറച്ചിട്ടേ അങ്ങ് എന്നെ ഇവിടെ വിട്ട് പോകാൻ അനുവദിക്കാവൂ. എൻ്റെ വിഷയങ്ങളുടെ മേൽ ഒരു പരിഹാരം അങ്ങ് അയക്കണം. എൻ്റെ തലമുറകളുടെ മേൽ ഒരു പരിഹാരം അങ്ങ് അയക്കണം. ഹാലലൂയ. പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ഓരോ സാഹചര്യത്തിലും നിൽക്കാനുള്ള ഒരു ബലം എനിക്ക് വേണം. ഹാലലൂയ സ്തോത്രം. മോനെ ഡിലേ കുറച്ചേ മൈക്കിൻ്റെ. ഹാലലൂയ. ഇന്ന് അല്പം താമസിച്ച് പോയാൽ മതിയോ? നിങ്ങൾക്ക് മതിയോ? എത്ര മണിക്ക് പോകണം? എത്ര മണിക്കായാലും പോയാൽ മതി. അപ്പം പിന്നെ ഇതുകൂടെ കഴിഞ്ഞിട്ട് ഒരു ദേവദാസൻ നമ്മുടെ മധ്യയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടെ കേട്ടിട്ട് പോയാലോ? അദ്ദേഹം നമ്മുടെ യൂട്യൂബ് കണ്ട് വന്നതാണ്. എവിടെ നിന്നാണ് ദേവദാസനെ? എറണാകുളത്ത് നിന്ന്. ഇവിടെ ഉള്ളവർക്കൊക്കെ വരാൻ വലിയ മടിയാണ്. ഒന്നും കണ്ട ചെയറെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. ആളുള്ളതാ ഒന്നുമില്ല. ഇവിടെ അടുത്തുള്ളവർക്ക് വരാൻ മടിയാണ്. യൂട്യൂബ് കണ്ട് എറണാകുളത്ത് നിന്ന് വന്നിരിക്കുക. ഹാലലൂയ സ്തോത്രം. ദൈവം എത്തിക്കുന്ന വഴികളാണ്, വിധങ്ങളാണ്. ഹാലലൂയ. അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്, ഒപ്പം മാൻ ഓഫ് ഗോഡ് കൂടെയാണ്. തൻ്റെ അനുഭവങ്ങളൊക്കെ താൻ തന്നെ ഷെയർ ചെയ്യും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അല്പസമയം ഒന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് ഞാൻ കുറച്ച് സമയം അനുവദിച്ച് കൊടുക്കാനായിട്ട് ആത്മാവിൽ ആഗ്രഹിക്കുന്നു. ഹാലലൂയ. എല്ലാവരുടെയും സാക്ഷ്യം നമുക്ക് വേണം അല്ലേ വളരാനായിട്ട്. നമ്മുടെ വർഷിപ്പ് ടീമിലേക്ക് ഒരാളെ കൂടെ എടുത്തിട്ടുണ്ട്, ജോയിയെ. ജോയി വന്നപ്പോൾ ലേറ്റായി പോയി. അടുത്ത ദിവസം തൊട്ട് നേരത്തെ വരുമോ? വരണം. കൊച്ചു കുഞ്ഞൊക്കെ ഉള്ള ആളാണ് കേട്ടോ. ബുദ്ധിമുട്ടാണ് ജോലി തിരക്കിനിടയിലൊക്കെ. പാടാൻ ആഗ്രഹമുള്ളവരെല്ലാം വരണം. ഒരാളെ വിളിച്ചിട്ട് വർഷങ്ങളായി ഇതാണ്ടേ ഇരിക്കുന്നു. 10 മണി 9 മണിക്ക് ആരാധന. എൻ്റെ സഹോദരി നേരത്തെ വന്ന് ഇവിടെ കയറി നിന്ന് പാടണം, കർത്താവിനെ ആരാധിക്കണം. വയ്യല്ലേ? സുഖമില്ലേ? എന്താ പറ്റി? സുഖമില്ല. കർത്താവിനെ ആരാധിക്കാൻ കിട്ടുന്ന, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കിട്ടുന്ന ഒരവസരങ്ങൾ കളയല്ലേ. ഹല്ലേലൂയ. ഒന്നും കളയരുത്. നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും ചെയ്യാൻ. പ്രാർത്ഥിക്കാൻ കഴിയുമോ? സിസ്റ്ററെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇന്നത്തെ പ്രെയർ എനിക്കിരിക്കട്ടെ. പറയണം യോസഫങ്ങളെ. എന്നോ അല്ല പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ചത്തെ പ്രാർത്ഥിക്കുമോ? ഇല്ലേ? ആൻറ്റിയെ കൊടുക്കാം. അടുത്ത ആഴ്ചത്തെ പ്രാർത്ഥന ആൻറ്റിക്ക് തരട്ടെ. സ്തോത്രം. ഓക്കെ എന്ന് പറയാം ഒരാൾ. അതാ വേണ്ടത്. എന്തോ പ്രാർത്ഥിക്കും, അങ്ങനെയൊന്നുമില്ല. നിങ്ങളിവിടെ നിന്നാൽ മതി. പ്രാർത്ഥിക്കാൻ ദൈവമല്ലേ സംസാരിക്കുന്നത്. മോശയോട് പറഞ്ഞു, നീ വന്നാൽ മതി, ഞാൻ നിൻ്റെ നാവിൻ്റെ മേൽ ഇരുന്നങ്ങ് പ്രവർത്തിച്ചോ. അങ്ങനെയല്ലേ ദേവദാസനെ? നമ്മളെല്ലാം അങ്ങനെയാണ്. ഹല്ലേലൂയ. നമ്മളിവിടെ നിൽക്കുന്നു, കർത്താവ് ചെയ്യുന്നു. എൻ്റെ വായ കൊടുക്കാമെങ്കിൽ കർത്താവ് വായ ഉപയോഗിക്കും, കയ്യെ കൊടുക്കാമെങ്കിൽ കയ്യെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ ഇന്നലെ ഫാസ്റ്റിംഗ് പ്രയറിൽ ആത്മാവിലെ ആരാധനയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് തുടങ്ങി. ഇന്നലെ വരാത്തവർക്ക് യൂട്യൂബിലുണ്ട്. കിട്ടിയോ സിസ്റ്ററെ മെസ്സേജ്? കേട്ടോ? കേട്ടു. അങ്ങനെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ യൂട്യൂബിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. കേൾക്കാൻ മെമോ കേട്ടായിരുന്നു? കേട്ടില്ല, കേൾക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, എങ്ങനെയാണ് ആത്മാവ് നിറഞ്ഞവരായി നമ്മൾ മാറുന്നത്, അതൊക്കെയാണ് ഇന്നലെ പറഞ്ഞു തുടങ്ങിയത്. അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഒന്ന് സ്പർശിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം എടുത്താട്ടെ. ഉറക്കം വരുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കേൾക്കണം. വെള്ളമൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്, ചൂടാണ്. നിങ്ങൾ കുടിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരുന്നാട്ടെ. അല്ലെങ്കിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-18-19 വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് കേൾക്കാം. ഇന്നലെ ഒരിക്കൽ നമ്മൾ വായിച്ചതാണ്, ഒരിക്കൽ കൂടി വായിക്കുവാണത്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ.
ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവ് നിറഞ്ഞവരാവണം. പറഞ്ഞാട്ടെ, ആത്മാവ് നിറഞ്ഞവരാവണം. നിറയാൻ പറ്റുമോ? പറ്റും. പറഞ്ഞാട്ടെ, ഉച്ചത്തിൽ പറഞ്ഞാട്ടെ, ആത്മാവ് നിറഞ്ഞവരാവണം എന്ന് പറഞ്ഞാട്ടെ. ആത്മാവ് നിറഞ്ഞവരാവണം. അടുത്തിരിക്കുന്ന ഒരു കരം കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, ആത്മാവിനാൽ നിറയപ്പെടണം എന്ന് പറഞ്ഞാട്ടെ. ആത്മാവിനാൽ നിറയപ്പെടണം. ആത്മാവിനാൽ നിറയപ്പെടണം. പറഞ്ഞാട്ടെ, ആത്മാവിനാൽ നിറയപ്പെടണം. നിങ്ങൾ പറയുന്നത് അതങ്ങനെ നിങ്ങൾ കാണും. ഹല്ലേലൂയ. ആത്മാവിനാൽ നിറയപ്പെടണം. അടുത്ത് ആരും ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അടുത്ത് പോയി കൈ കൊടുത്ത് എഴുന്നേറ്റ് നടന്നൊക്കെ പറഞ്ഞോ, ആത്മാവിനാൽ നിറയപ്പെടണം. സ്തോത്രം. ആത്മാവിനാൽ നിറയപ്പെടണം. ആത്മാവിൽ നിറഞ്ഞാൽ മാത്രം മതിയോ? പിന്നെ എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും സംസാരിക്കണം. നമ്മൾ എന്താണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും സങ്കീർത്തനങ്ങൾ സംസാരിക്കാറുണ്ടോ? സ്തുതികളാണോ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആണോ? ആത്മീയ ഗീതങ്ങൾ വരാറുണ്ടോ? ആ ലെവലിലേക്ക് വരണം. എപ്പോഴായിരിക്കും നമുക്ക് അങ്ങനെയൊക്കെ ആ ഒരു സാന്നിധ്യത്തെ അല്ലെങ്കിൽ ആ ഒരു നിറവിലേക്കൊക്കെ വരാൻ കഴിയുന്നത്? ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നിറഞ്ഞു അങ്ങനെയാണോ? അല്ല. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ എത്ര സമയമാണോ ദൈവത്തിന് മാറ്റി വയ്ക്കുന്നത്, അത്രയും സമയങ്ങളിൽ നിങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അത് അളവില്ലാത്തതാണ് ആത്മനദി എന്ന് പറയുന്നത്. നമ്മളാണ് അതിൻ്റെ അളവിനെ നിശ്ചയിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും അല്ലേ, അതൊരു കടൽ പോലാണ്. മനസ്സിലായോ? ഇവിടെ ഒരു ജഗ്ഗിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, അതിനൊരു അളവുണ്ട്, അത്രേ അത് കൊള്ളത്തുള്ളൂ. കടലെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇമേജിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലാണ് ആത്മനദി എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം ദാഹമുണ്ടോ അത്രത്തോളം നമുക്ക് കുടിക്കാം. നമുക്ക് എത്രത്തോളം ദാഹമുണ്ടോ അത്രത്തോളം നമുക്ക് അനുഭവിക്കാം. നമുക്ക് എത്രത്തോളം ദാഹമുണ്ടോ അത്രത്തോളം നമ്മളിലേക്ക് അത് നിറയും. ഹല്ലേലൂയ. അങ്ങനെയാണ് ആത്മനദിയുടെ അനുഭവങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെയാണ് പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ 8 വർഷം യേശുവിനോട് കൂടെ നടക്കുമ്പോഴും ഒരു മാസം ഉള്ളതുപോലെ അല്ല അടുത്ത മാസം. മനസ്സിലായേ? ഒരു വർഷം ഉള്ളതുപോലെ അല്ല അടുത്ത വർഷം. ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും ഓരോ മിനിറ്റും നിറവിലേക്ക് വരികയാണ്. മനസ്സിലായോ? ആദ്യം ഒന്നും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സാന്നിധ്യമൊന്നും അനുഭവിക്കാനൊന്നും പറ്റത്തില്ല. രാജേഷ് ബ്രദർ സുഖമായിരിക്കുന്നു? അപ്പോൾ ആദ്യം ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയില്ല, നമുക്കറിയാൻ പറ്റില്ല പ്രസൻസ് ഒന്നും. ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ? എത്ര പേര് ദൈവ സാന്നിധ്യത്തെ നിങ്ങളുടെ ശരീരങ്ങളിൽ അനുഭവിക്കുന്നവരുണ്ട്? രണ്ട് പേര്. ദൈവ സാന്നിധ്യത്തെ നമുക്ക് ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുമോ? പറ്റും. ഹല്ലേലൂയ. എപ്പോൾ മുതലാണ് അങ്കിൾ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ തുടങ്ങിയത്? അന്യഭാഷ കിട്ടിയ ആ ഒരു സമയത്ത് അല്ലേ? അന്ന് ആ സാന്നിധ്യത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഇത് വലിയൊരു അനുഭവമാണ്. ഒരു രാത്രിയിൽ അല്ലേ? ഇവിടെ ഇരിക്കുമ്പോൾ ഒരു രാത്രിയിൽ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ആത്മസാന്നിധ്യം തന്നിലേക്ക് വ്യാപരിച്ചു. അനുഭവിക്കാൻ കഴിഞ്ഞു. പിന്നെ മോൻ എപ്പോഴാണ് ആത്മശക്തി അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്? ചോദിക്കട്ടെ. ദൈവമായിട്ട് കൂടുതൽ അടുത്തപ്പോൾ അല്ലേ? വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. സ്തോത്രം. വചനം അങ്ങനെ പോയി ഹിറ്റ് ചെയ്യുന്നുണ്ട് ചില നേരങ്ങളിൽ. വല്ലാതെ ആ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി. വേറെ ആരെങ്കിലും? കർത്താവിൻ്റെ ദാസന് എന്താ അനുഭവം ഉണ്ടാവുക? ദൈവ സാന്നിധ്യം ശരീരത്തിൽ അനുഭവിക്കും. ഒരു ഇൻറ്റിമസിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. എല്ലാ ഉത്തരവുകൾക്കുമായി നന്ദി. യൂട്യൂബിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അനുഭവങ്ങൾ ഇതിലോട്ട് കമൻറ്റ് ചെയ്തിട്ടാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ആദ്യം ഒന്നും ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ സാന്നിധ്യമൊന്നും അങ്ങനെ വലുതായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ
ദിവസങ്ങൾ തോറും മണിക്കൂറുകൾ ഞാൻ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് തുടങ്ങിയപ്പോൾ സാന്നിധ്യം എൻ്റെ ആത്മാവിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് എൻ്റെ ദേഹി മണ്ഡലത്തിലേക്ക് കയറി. പരിശുദ്ധാത്മാവ് ആത്മാവിലാണ് വരുന്നത്, സമ്മതിച്ചല്ലോ. ദേഹി മണ്ഡലത്തിലേക്ക് അത് കയറി ഞാൻ എന്ന വ്യക്തിയെ അത് സ്പർശിച്ചു. ഞാൻ എന്ന വ്യക്തിയെ സ്പർശിക്കാൻ തുടങ്ങി. എൻ്റെ ചിന്തകൾ മാറി, എൻ്റെ ആഗ്രഹങ്ങൾ മാറി, എൻ്റെ ഇഷ്ടങ്ങൾ മാറി. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം അങ്ങ് മാറുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ആ വ്യക്തിയിലുണ്ടാകുന്ന വ്യക്തിത്വത്തിൻ്റെ ചേഞ്ചാണ്. പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന വലിയൊരു ചേഞ്ച്. ചേടാ, മദ്യപിച്ചവരുടെ കൂടെ നടന്നവൻ, കൂട്ടുകൂടി സിനിമ കണ്ട് നടന്നവൻ ദാണ്ടെ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നു. ഇപ്പൊ മദ്യപിക്കുന്നവരില്ല, സിനിമ കാണുന്നവർ അവൻ്റെ കൂടെ ഇല്ല, ചൂത് കളിക്കുന്നവരും അവൻ്റെ കൂടെ ഇല്ല. ഇപ്പോഴെല്ലാം പാസ്റ്റേഴ്സ് ഇവാഞ്ചലിസ്റ്റും ഒക്കെയാ കൂട്ടുകാരുടെ തലം മാറി. എന്തുകൊണ്ടാ? അവൻ മാറിയതുകൊണ്ടാ. അവൻ എന്ന് പറയുന്ന ആ പേഴ്സൺ, ആ വ്യക്തി മാറിയതുകൊണ്ട്. അപ്പം ആരാ മാറ്റിയത്? പരിശുദ്ധാത്മാവ്. പിന്നെ അത് ശരീരത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മസാന്നിധ്യം ശരീരത്തിലേക്ക് ഒഴുകാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. മണിക്കൂറുകൾ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ കുതിർന്നിരിക്കും. നമ്മൾ ഈ ഒരു സ്പോഞ്ച് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വെള്ളമൊക്കെ അബ്സോർവ് ചെയ്യുന്ന അല്ലയോ? അപ്പോൾ ആ ഒരു സ്പോഞ്ചിനെ നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ പഞ്ഞി ആയിക്കോട്ടെ, കോട്ടൺ, അകത്തോട്ട് എടുത്തിടുവാണ്. കുറച്ച് കഴിഞ്ഞ് അത് എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? കുതിർന്നിരിക്കും. അതിനെ ഒന്ന് ഞെക്കിയാലോ വെള്ളം വരും. നിങ്ങൾ അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ കുതിർന്നിരിക്കുക. ഒരാൾ വന്ന് നിങ്ങളെ ഒരു തട്ടങ്ങ് തട്ടുക, എന്തോ വരും? ചീത്ത വരുമോ? എന്ന് സാന്നിധ്യം വ്യാപരിക്കും. ഹല്ലേലൂയ. ഒരാൾ വന്ന് നിങ്ങളെ ഉപദ്രവിക്കുക, ഞെക്കുക, സാന്നിധ്യം വ്യാപരിക്കും. കാരണം നിങ്ങളിൽ എന്തോ ഉണ്ടേ അതേ വ്യാപരിക്കത്തുള്ളൂ. സാന്നിധ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഏത് പ്രശ്നം, ഏത് റൂട്ടിൽ നിന്ന് എങ്ങനെ വന്നാലും അവരിലേക്ക് സാന്നിധ്യം വ്യാപരിക്കും. പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന വ്യക്തിയിലേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിക്കും. ഹല്ലേലൂയ. അവൻ അതുവഴി വന്ന് തിരിച്ചു പോകും. അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്താണ്? നിങ്ങളായിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാകുന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞു, മദ്യം ഒരു വ്യക്തിയെ നിയന്ത്രിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ അത് തിരിച്ചറിയാൻ കഴിയുന്നു, അല്ലേ? മദ്യം കുടിച്ച് മദ്യത്തിൻ്റെ നിറവിലായ ഒരു വ്യക്തി ഈ റോഡിൽ നടന്നു പോയാൽ നിങ്ങൾക്ക് ആ വ്യക്തി മദ്യം കഴിച്ചിരിക്കുന്നു എന്ന് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. പിന്നെ ഇത്രയും ഒന്നൊക്കെ കഴിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ നമ്മൾ അറിയണമെന്നില്ല. അപ്പോൾ ഹോളി സ്പിരിറ്റും അതുപോലെയാണ്. പരിശുദ്ധാത്മാവും അളവുകൾ പലതരമുണ്ട്. ചെറുതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടായ ആൾക്കാർ, അല്ലെങ്കിൽ ചെറിയ ഒരു നിറവ് പ്രാപിച്ചവർ, അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു വലിയ കായൽ സങ്കല്പിച്ചല്ലോ, ആഴമുള്ളതാണേ. കായൽ കരയിൽ നിങ്ങൾ നിൽക്കുവാന്ന് വെച്ചോണം. കായലിൻ്റെ എവിടെ നിൽക്കുവാണ്? കരയിൽ. വെള്ളത്തിലൊക്കെ കാല് നനയുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണോ നിങ്ങളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത്? വെള്ളമാണോ? നമ്മളാണല്ലേ. നമ്മളാണ് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കൂടെ ഒന്ന് ആഴത്തിലോട്ട് ഇറങ്ങി അരയളവോളം വെള്ളമായി. അപ്പോൾ പിന്നെ ആര് കൺട്രോൾ ചെയ്യും? പകുതി വെള്ളം, പകുതി നമ്മൾ. ശരിയല്ലേ? പകുതിയെ വെള്ളത്തിൻ്റെ കൺട്രോളുള്ളൂ, പകുതി നമ്മൾ. നിലത്തൊക്കെ കാല് ഉറപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദേവദാസം വന്നപ്പോൾ തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, താനൊരു വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടു പോയി. അന്നേരം കാലുറച്ചില്ല എന്ന് പറഞ്ഞല്ലേ? കാലുറച്ചില്ല അന്ന് വെള്ളപ്പൊക്കം വന്ന സീസണിൽ. അപ്പോൾ എന്ത് പറ്റി? താൻ ഫ്ലോട്ട് ചെയ്തു, ഒഴുകിപ്പോയി. അപ്പോൾ ഈ കാലുറയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് തന്നെ പകുതി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം, പകുതി നമ്മൾ, ഇത് രണ്ടും കൂടെ നമ്മൾ നിൽക്കത്തുള്ളൂ. പകുതി നമ്മുടെ ചിന്ത, പകുതി പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത, പകുതി നമ്മുടെ ഇഷ്ടം, പകുതി പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം. ഇങ്ങനെയാണിത് പോകുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുഴുവനായിട്ട് നിറയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ വെള്ളം നിങ്ങളുടെ തലയ്ക്ക് മുകളിലോട്ട് ഉയർന്നു വരികയാണെന്ന് വയ്ക്കുക. പിന്നെ കാലുറയ്ക്കുമോ താഴെ? അപ്പോൾ കൺട്രോൾ ആരാണ് ചെയ്യുന്നത്? വെള്ളം. പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി കൺട്രോൾ. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? രജി സിസ്റ്റർ എന്തു പറയുന്നു? അങ്ങനെ ആവണം ദൈവമക്കൾ. ഹല്ലേലൂയ. മുഴുവൻ കൺട്രോളും എൻ്റെ അപ്പന്, മുഴുവൻ കൺട്രോളും പരിശുദ്ധാത്മാവിന്. ഹല്ലേലൂയ. ഒരു ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിൽ പാസ് ചെയ്യുന്ന പോലെ ചില സമയത്ത് നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിക്കും. എത്ര പേരുണ്ട് അങ്ങനെ അനുഭവിക്കുന്നവർ? ഉണ്ട്.
വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ഷോക്ക് അടിക്കുന്ന പോലെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ. ഹല്ലേലൂയ. ഞാൻ ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഷോക്ക് അടിക്കുന്ന പോലെ തോന്നും ചില സമയത്ത്. വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. കുറേ സമയം കഴിഞ്ഞാലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും. ഞാൻ കൈയെല്ലാം എടുത്ത് ഇങ്ങനെ കുടയും, ഒരു രക്ഷയില്ല, കൈയെല്ലാം കണ്ട ഷോക്ക് അടിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? കാരണം ഷോക്ക് അടിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ആ, ഏകദേശം എല്ലാവരും തണ്ട മോനും കൈവും. ആ, ഷോക്ക്, ആ, ഒരു ചെറിയ രീതിയിലെങ്കിലും ഷോക്ക് അനുഭവിച്ചവർക്കറിയാം, മരവിച്ചു പോകും അല്ലേ? ആ ഒരു സൈഡ് മരവിക്കുന്ന പോലെ തോന്നും. പിന്നെ കുറേ സമയം കഴിയണം അതാണ്ടേ ഒന്ന് റിലാക്സ് ആയി വരാനായിട്ട്. ഹല്ലേലൂയ. അതുപോലുള്ള അനുഭവങ്ങൾ ശരീരത്തിലുണ്ടാവും. ചില സമയത്ത് കയ്യിൽ തീ കത്തുന്ന പോലെ തോന്നും. എന്തൊരു ചൂടാ, എന്തൊരു തീയായി കത്തിക്കൊണ്ടിരിക്കുന്നത് തോന്നിക്കൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. ചില സമയത്ത് വലിയ കാറ്റടിക്കുന്ന അനുഭവങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന പോലെ തോന്നും. എത്ര പേർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്? ഉണ്ട്. ഇനി നിങ്ങൾക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നമുക്കിത് ഉണ്ടായാലും ഇതൊന്നും തിരിച്ചറിയാനും അറിഞ്ഞുകൂടാ, ശരിയല്ലേ? ഉണ്ടായാലും ഇതൊന്നും തിരിച്ചറിയാൻ അറിയില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ നമ്മൾ ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സങ്കീർത്തനങ്ങളും സ്തുതികളും പാട്ടുകളും എല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ അതിനെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു, സിസ്റ്റർ എനിക്കിതുപോലെ പാട്ട് ലഭിക്കാറുണ്ട്. ആ പാട്ടിൻ്റെ വരികൾ ഉൾപ്പെടെ ടൈപ്പ് ചെയ്ത് കമൻറ്റിനകത്ത് ഇട്ടവരുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ ഓർത്തു എനിക്ക് മാത്രമേ ഇങ്ങനെ പാട്ടുകളൊക്കെ ആത്മാവിൽ ലഭിക്കത്തുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള അനുഭവം ഉള്ളവരുണ്ടോ, ഇത് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ധാരാളം പേര് കമൻറ്റിൽ ടൈപ്പ് ചെയ്തു, ഞങ്ങൾക്കെല്ലാം ഇതുപോലെ പാട്ട് ലഭിക്കാറുണ്ട്, ഞങ്ങളതിനെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, മൊബൈൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആരെങ്കിലും പാടിയ പാട്ട് ലഭിക്കാറുണ്ട്, പിന്നെ പുതിയ പാട്ട് ലഭിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ എന്നെ ഒരു സഹോദരി വോയിസ് മെസ്സേജിലിട്ട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററേ എനിക്ക് ഒത്തിരി പാട്ടുകൾ ലഭിക്കാറുണ്ട്. അപ്പം ഞാൻ ഏതോ പാട്ട് പുസ്തകത്തിലുള്ള പാട്ടുകളെന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും, 1-2 വരി ലഭിക്കുമ്പോൾ. പക്ഷേ എന്നാൽ സെർച്ച് ചെയ്തിട്ടൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ എൻ്റെ ചർച്ചിലുള്ള സിസ്റ്റേഴ്സിനോടൊക്കെ പോയി ചോദിച്ചു, സിസ്റ്റർ ഇങ്ങനെയുള്ള വരി ഏത് പാട്ടിലുള്ളതാണ്? അവരൊക്കെ പറഞ്ഞു എനിക്കറിയില്ല. അന്നാ ഞാൻ മനസ്സിലാക്കിയത് ഇത് പുതിയ പാട്ടാണ്. ഹല്ലേലൂയ. പുതിയ പാട്ട്, പുതിയ പാട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ പാട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാട്ടുകൾ എൻ്റെ ഉള്ളിലേക്ക് വരും, മ്യൂസിക് എൻ്റെ ഉള്ളിലേക്ക് വരും. ഹല്ലേലൂയ. ഒരിക്കലിങ്ങനെ ദൈവത്തിൻ്റെ കൃപയെപ്പറ്റി ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു പാട്ടിങ്ങനെ എൻ്റെ അകത്തേക്ക് കയറി വരികയാണ്. ആദിമ ആദാമാൽ പാപം വാണു, ഒടുവിലെ ആദാമാൽ കൃപയും വാണു. എന്താ ഈ ആദിമ ആദാം എന്ന് പറഞ്ഞാൽ? ആദ്യ മനുഷ്യനായ ആദാം, ആദാമിനാൽ എന്താ വാണത്? പാപം. ഒടുവിലെ ആദാം ആരാ? യേശു. യേശുവിലൂടെ എന്ത് ലഭിച്ചു? കൃപ ലഭിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ഏതാണ്ട് ശാസ്ത്രീയ സംഗീതം പോലെയൊക്കെ ഇതിനകത്തുനിന്ന് കയറി വരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ഈ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, സാരീഗാമൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പാട്ട് പഠിക്കാത്ത ആളാണ്. ഹല്ലേലൂയ. മ്യൂസിക്കോടെയാണ് കയറി വരുന്നത്. എൻ്റെ പാട്ട് പഠിച്ച ആളിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ പഠിക്കുന്നവർക്ക് അറിയാം അല്ലേ? ഇ മൈനർ, സി, പിന്നെ എന്താണ് ഡി, ജി മൈനർ, എ ഷാർപ്പ്, എന്തൊക്കെയാണോ എനിക്കൊന്നും അറിയാനും പാടില്ല. അതുകൊണ്ട് ഭാവിയിലെ കുറച്ച് സംഗീതജ്ഞന്മാരിവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിന്നെ ദൈവം കണ്ടിരിക്കുന്നു, അതുകൊണ്ട് അവിടെ ഒരു മോനിരിക്കുന്നു, അവനെ ദൈവം കണ്ടിരിക്കുന്നവനാ. ഹല്ലേലൂയ. അവനിപ്പോൾ ഇതിലൊന്നും അങ്ങനെ താല്പര്യമൊന്നുമില്ല, പക്ഷേ അവൻ വായിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പറയുക, പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ അമ്മമ്മ പറയുവാണ്, ഇവർ സിസ്റ്റർ എപ്പോഴും ഗെയിമല്ല, വേറെ വീഡിയോസൊക്കെ വെച്ചിട്ട് ഇവർ ഫുഡ് കഴിക്കും, വേറെ കാർട്ടൂണൊക്കെ വെച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ സിസ്റ്ററിൻ്റെ മെസ്സേജ് കേട്ട് ആഹാരം കഴിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് തൊടുന്നതാ. ഹല്ലേലൂയ. പുതിയ തലമുറകൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. മെസ്സേജ് കേട്ട് ഫുഡ് കഴിക്കുന്നവർ, ഹല്ലേലൂയ. സിനിമ കണ്ട് ഫുഡ് കഴിക്കുന്നവർ മാറിയിട്ട് മെസ്സേജ് കേട്ട് ഫുഡ് കഴിക്കുന്നവർ, സിനിമാ പാട്ടുകൾ വെച്ച് ഉറങ്ങുന്നവർ മാറിയിട്ട് റിവൈവലിനെ അന്യഭാഷയിൽ ആരാധിക്കുന്നത് വെച്ചിട്ട് ഉറങ്ങുന്നവർ. ഹല്ലേലൂയ. തലമുറകളുടെ സീസൺ മാറട്ടെ. എൻ്റെ മക്കൾ കളിക്കുന്നത് എന്താണെന്നറിയാമോ? അവരിവിടെ ഇരിക്കുക, പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കുറേ പാവകൾ ഇങ്ങോട്ട് നിരത്തി വയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ യാനയുടെ അകത്തിരിക്കുന്ന ഭൂതം പോട്ടെ. ആനയുടെ അകത്ത് ഭൂതമുണ്ടോ? പിശാചിനെ വിരട്ടി കളിക്കുക. ഹല്ലേലൂയ.
ഇങ്ങനെ ഒരു തലമുറ ഭയമില്ലാത്തത് എഴുന്നേൽക്കണം. കേട്ടോ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു തലമുറ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കരടിയുടെ പുറത്തോട്ട് വെച്ചിട്ട് അഭിഷേകം പ്രാപിക്കട്ടെ. അന്ന കുഞ്ഞുങ്ങൾ ചിരിക്കുക. പാവൾ എടുത്തു വെച്ചിട്ട് ഇതാ പരിപാടി. യേശുവിൻ്റെ നാമത്തിൽ അകത്തിരിക്കുന്ന സ്പിരിറ്റുകളെല്ലാം ഓടട്ടെ, ഭൂതങ്ങൾ ഓടട്ടെ. എന്നിട്ട് ആ പാവയെ തള്ളിയിടും. ദാ ഭൂതം ഓടി, പാവ ഫ്രീ ആയി. ഇതാ അവരുടെ കളി. ഭൂതങ്ങളെ ശരിയല്ലേ? ആണോ? ആണ്. ഇതാണ് അവരുടെ കളി. ആരാധിച്ച് കളിക്കുക, അന്യഭാഷ പറഞ്ഞ് കളിക്കുക, മീറ്റിംഗ് കൂടി കളിക്കുക. ഈ പ്രായത്തിലെ കുട്ടികൾ എന്താ കളിക്കുന്നേ? പറ സഹോദരങ്ങളെ. ഗെയിംസിൻ്റെ അഡിഷൻ ഇന്നത്തെ തലമുറയിൽ. മൊബൈൽ ഫോണുകൾ, വേണ്ടാത്ത വീഡിയോസ്, ഹല്ലേലൂയ, എല്ലാത്തിൻ്റെ അഡിഷനുകൾ. കുഞ്ഞുങ്ങൾ, ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഗെയിംസിനെ വലിച്ചു കളയുന്ന, വേണ്ടാത്ത വീഡിയോസിനെ വലിച്ചു കളയുന്നവർ, ഹല്ലേലൂയ, ബൈബിളിനെ എടുത്ത് ആയുധമാക്കിക്കൊണ്ട് കരങ്ങളിൽ ഉയർത്തി കർത്താവിന് വേണ്ടി ഇറങ്ങുന്ന ഒരു തലമുറ. ഹല്ലേലൂയ. വർഷിപ്പ് ചെയ്തവർ കളിക്കട്ടെ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ കളിക്കട്ടെ. ഹല്ലേലൂയ. അവരുടെ കളി മാറട്ടെ. നിങ്ങൾ ഏത് ആത്മീയ അന്തരീക്ഷത്തിലാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, ആ അന്തരീക്ഷത്തിൽ അവൾ വളരും. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ മോള് പറയും, അമ്മ നമ്മൾ ടൂറ് പോകുന്നത് ആരാധനയ്ക്കാണല്ലോ. ഇന്ന് പുറത്തോട്ട് പോവുകയാണ്. എത്ര ഭവനത്തിലാണ് ടൂർ വെച്ചിരിക്കുന്നതെന്ന്. പുറത്തോട്ട് പോവുകയാണെന്ന് അവൾക്ക് പറയുമ്പോൾ അവൾക്കറിയാം എന്തിനാണ് പോകുന്നത്, ആരാധിക്കാൻ. പുറത്തോട്ട് പോകുമ്പോൾ അറിയാം കൺവെൻഷന്. അവൾ പറയുകയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥന, പുറത്ത് പോകുമ്പോൾ കൺവെൻഷൻ. ഇതാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. അതിനകത്ത് അവരങ്ങ് വളരുക. ഹല്ലേലൂയ. ഇതിനകത്ത് അവരുടെ സന്തോഷം. അപ്പോൾ അവരുടെ കളി എന്തായി? മുമ്പ് കാലത്തെ കുട്ടികൾ ചർച്ചിൽ, CSI ചർച്ചിലൊക്കെ നമ്മൾ പോകുമ്പോൾ കളിക്കുന്നത് കമ്മിറ്റി കൂടി കളിക്കും. കമ്മിറ്റി കൂടിയിട്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും. പിള്ളേർ അതുപോലെ കളിക്കുന്നത്. സത്യമല്ലേ? സത്യം. അവരെ കളി കമ്മിറ്റിയിൽ അടി കൂടുന്നത് കളിക്കാൻ തുടങ്ങിയവർ. അപ്പോൾ അവരുടെ മുമ്പിൽ കാണുന്നതല്ലേ അവർ കളിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അവരെന്താണ് അവരുടെ മുമ്പിൽ കാണുന്നത്, അങ്ങനെ ആയിത്തീരും അവർ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെയൊക്കെ വചനം കേൾപ്പിച്ചോളണം. യൂട്യൂബിൽ എന്നെ കാണുന്ന അമ്മമാർ കുഞ്ഞുങ്ങളെ ആരാധനയിൽ പങ്കെടുപ്പിച്ചോളണം, ശുശ്രൂഷകളിലേക്ക് കൊണ്ടിരുത്തണം. നാളത്തെ ഉണർവ് വഹിക്കുന്നവരായിട്ട് അവർ മാറട്ടെ. ഹല്ലേലൂയ. നാളത്തെ അപ്പോസ്തലന്മാരായി, നാളത്തെ പ്രവാചകന്മാരായി, നാളത്തെ ഇവാഞ്ചലിസ്റ്റുകളായി, നാളത്തെ പാസ്റ്റേഴ്സായി, നാളത്തെ ടീച്ചേഴ്സായി അവർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ വളർത്താൻ കഴിയാത്തവർ ഭാരപ്പെടണ്ട. പ്രേ ഫോർ ദം. പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചോണം കേട്ടോ. അവൻ അപ്പോസ്തലനായിട്ട് വരട്ടെ, പ്രവാചകനായിട്ട് വരട്ടെ. അതാണ്ട് ഇത് ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പേ അവൻ ലോകത്തിൽ എന്തോ ആവണമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം യേശുവിന് വേണ്ടി നിൽക്കണം എന്നുള്ളതാണ്. ഇങ്ങ് വാ. ഞാൻ ഈ മോനെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. എത്രാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചേ? 8ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതെ, കർത്താവ് കറക്ക് തിരിച്ച് എവിടെ കൂടെയെങ്കിലും കൊണ്ടുവരും. ഹല്ലേലൂയ. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പാടി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് എത്തിക്കുക. ആമേൻ. വഴി തെളിച്ചു കൊടുക്കുക ദൈവത്തിലേക്ക്. ഇന്നവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഒരു ബിസിനസ്മാൻ ആകണമെന്നല്ല, ഈ ലോകത്തിൽ ആരെങ്കിലും ആയി തീരണമെന്നല്ല കുഞ്ഞ് ആഗ്രഹിക്കുന്നത്. യേശുവിന് വേണ്ടി പാടണം, യേശുവിന് വേണ്ടി അനേകരെ നേടണം, ഈ വെളിച്ചത്തെ അനേകർക്ക് കാണിക്കണം. അവർക്ക് എല്ലാവരും ഒന്ന് കരം നീട്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ ഈ കുഞ്ഞിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവൻ എഴുന്നേൽക്കട്ടെ, അവൻ എഴുന്നേൽക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത വെളിച്ചം ഇപ്പോൾ അവൻ്റെ മേൽ പ്രകാശിക്കണമേ. കർത്താവേ, അനേകരെ പിടിക്കുന്ന ഒരു അഭിഷിക്തനാക്കി അവൻ എഴുന്നേൽപ്പിക്കണമേ. കീബോർഡ് വായിക്കട്ടവൻ, വർഷിപ്പ് ചെയ്യട്ടെ. അവൻ്റെ വർഷിപ്പിൽ ഭൂതങ്ങൾ വിട്ടുപോകണം. അതുപോലെ ഒരു അനോയിന്റിങ് ഇപ്പോൾ ഞങ്ങൾ സഭയായി അവനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താൽ അവനെ നിറയ്ക്കണം. റാക്കസ് ബരാഹത്ത് രൂകലസ് മന റാന്തൂര ബനഹലസ് റൂദരാക്കസ് ബര. കൂരിരുട്ടിൽ ഇരിക്കുന്നവർക്ക് നീ വെളിച്ചമായി മാറട്ടെ. ഹല്ലേലൂയ. നീ ആരാധിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ വചനവും പറയും കേട്ടോ. ഓക്കെ, പോയിക്കോ. അടുത്ത ആഴ്ച മുതൽ ഇവിടെ വർഷിപ്പ് ചെയ്യാൻ നേരത്തെ വരണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുന്ന വഴികൾ ഓർത്താൽ വളരെ അതിശയകരമാണ്. ഹല്ലേലൂയ.
അപ്പോൾ നമ്മുടെ ജീവിതം മാറട്ടെ. നമ്മുടെ മക്കളെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഒരു ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും IAS ഓഫീസറും ആകട്ടെ എന്നല്ല, അത് അവരായിക്കോളും. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും കർത്താവ് അവരെ ഉയർത്തിക്കോളും. എൻ്റെ മകൻ ഒരു അപ്പോസ്തലനാവട്ടെ, എൻ്റെ മകൾ ഒരു പ്രവാചകിയാകട്ടെ, ഹല്ലേലൂയ. എൻ്റെ മകൾ ഒരു ഇവാഞ്ചലിസ്റ്റ് ആകട്ടെ, അനേകരെ എൻ്റെ യേശുവിന് വേണ്ടി നേടട്ടെ. പ്രാർത്ഥിക്കുക, ഹല്ലേലൂയ. ദൈവം അവരെ പിടിക്കും, ഹല്ലേലൂയ. ഒരാൾ പ്രാർത്ഥിക്കാൻ വേണം. കരയുന്ന ഒരു ഹന്ന ഉണ്ടെങ്കിലേ ശമൂവേലുള്ളൂ. കരയുന്ന അമ്മമാര് മക്കളെ കർത്താവിന് കൊടുക്കുന്നവരായിരിക്കും, ഹല്ലേലൂയ. ബാക്കിയെല്ലാം അവരുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിക്കോളും. നിങ്ങൾ അതിനെ ഓർത്തൊന്നും ഭാരപ്പെടണ്ട. നിങ്ങളുടെ മക്കളുടെ ജീവിതം അലങ്കോലപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ അവരെ തൊടണമേ, പരിശുദ്ധാത്മാവേ അവരെ ജീവിതം മാറ്റണമേ, എൻ്റെ ജീവിത പങ്കാളിയെ തൊടണമേ, എൻ്റെ മക്കളെ തൊടണമേ, ഹല്ലേലൂയ. അവരുടെ മേഖലകൾക്കകത്ത് അങ്ങയുടെ സ്പർശനം സംഭവിക്കണമേ, ഹല്ലേലൂയ. അവർ മാറും കേട്ടോ, മാറും, മാറി വന്നുകൊണ്ടിരിക്കുക, ഹല്ലേലൂയ. നിങ്ങളിൽ വ്യാപരിക്കുന്ന സാന്നിധ്യം ആ ഭവനത്തെ നിറയ്ക്കണം. ഭവനത്തെ മാത്രം നിറച്ചാൽ മതിയോ? ഭവനത്തെ മാത്രം നിറച്ചാൽ മതിയോ? പോരാ. പിന്നെ എവിടെ നിറയ്ക്കണം? അടുത്ത ഭവനങ്ങളെ നിറയ്ക്കണം, ദേശത്ത് നിറയ്ക്കണം. അനേകർ വരണം അത് കേട്ട്, ഹല്ലേലൂയ. ഇവിടെ ആദ്യം ഒരു ശബ്ദം കേട്ടപ്പോൾ ഈ ദേശത്തിലുള്ളവർ കുറച്ചു പേർ വന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ മാളിക മുറിയിൽ എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നു. ആകാശത്തു നിന്ന് വലിയൊരു മുഴക്കം കേട്ടു, ഹല്ലേലൂയ. എല്ലാവരും ഒന്നിച്ചു പെട്ടെന്ന് കൂടി വന്നി ആ മുഴക്കം കേട്ട്. ഷെടാ, എവിടെ നിന്ന് ഇവരെല്ലാം ഈ മുഴക്കം കേട്ടു? കേൾപ്പിക്കേണ്ടത് ദൈവമാണ്. നീ കർത്താവിന് വേണ്ടി നിൽക്കാമെങ്കിൽ നിന്റെ മുഴക്കം ദേശങ്ങൾ കേൾക്കാൻ പോവുകയാണ്, ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനം മുഴക്കം കേൾക്കാൻ പോവുകയാണ്, ഹല്ലേലൂയ. സകലരും നിന്റെ മുഴക്കം കേൾക്കാനായിട്ട് പോവുകയാണ്, ഹല്ലേലൂയ. ആദ്യം എന്നിലേക്ക് ആ പരിശുദ്ധാത്മശക്തി വ്യാപരിച്ചപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് ആ മുഴക്കം വ്യാപരിച്ചു, ഹല്ലേലൂയ. എൻ്റെ മക്കളിലേക്ക് അത് വ്യാപരിച്ചു, ഹല്ലേലൂയ. താൻ തനിയെ മദ്യപാനം വിട്ടു, ഹല്ലേലൂയ. താൻ തനിയെ വഴികൾ മാറ്റി. താൻ ഈ ലോകത്തിൽ ആരോ ആവണമെന്ന് പറഞ്ഞ് ജീവിച്ച മനുഷ്യനാ ഇന്നെനിക്ക് യേശുവിന് വേണ്ടി എന്തേലും ചെയ്യണമെന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവനാക്കി എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം മാറ്റി, ഹല്ലേലൂയ. അവരുടെ അവസ്ഥകൾ മാറി, ഹല്ലേലൂയ. അവരുടെ ഇഷ്ടങ്ങൾ മാറി. ഇന്ന് അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മോൻ എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കണം എന്നുള്ളതാ, ഹല്ലേലൂയ, സ്തോത്രം. അനേക സ്ഥലങ്ങളിൽ വിടുവിക്കണമെന്നുള്ളതാ. മോൻ എന്നോട് പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്നെപ്പറ്റി എന്താ കാണിക്കുന്നതെന്ന് അമ്മ എന്നോട് പറയണം, ഹല്ലേലൂയ. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും അമ്മമാരോട് പറയാറുണ്ടോ ഇങ്ങനെ? പറയട്ടെ അവരെ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, എന്താ എൻ്റെ മേലുള്ള ശുശ്രൂഷ? അമ്മ പ്രാർത്ഥിച്ചിട്ട് പറയേ, അപ്പ പ്രാർത്ഥിച്ചിട്ട് പറയേ, ഹല്ലേലൂയ. എന്താ ഞാൻ യേശുവിന് വേണ്ടി ചെയ്യേണ്ടത്? കഴിഞ്ഞ നാളുകളിൽ അവനെ തന്നെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവം നേരിട്ട് സംസാരിക്കട്ടെ, ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവം നേരിട്ട് ഇടപെടട്ടെ, സ്തോത്രം. ഈ വലിയ മുഴക്കം അവിടെ ഉണ്ടായപ്പോൾ അനേകരവിടെ വന്നുകൂടി, ഹല്ലേലൂയ. പല ദേശത്തു നിന്ന് വന്ന യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു, ഹല്ലേലൂയ. നിങ്ങളെപ്പറ്റി ഒന്നും അറിയാത്തവർ നിങ്ങളെപ്പറ്റി കേൾക്കാൻ പോവുകയാണ്, ഹല്ലേലൂയ. നിങ്ങളെപ്പറ്റി കണ്ടിട്ടില്ലാത്തവർ നിങ്ങളെ കാണാനായിട്ട് പോവുകയാണ്, ഹല്ലേലൂയ. അത് നിങ്ങളുടെ ഒരു ഗുണം കൊണ്ടോ കൃപ കൊണ്ടോ നിങ്ങളുടെ ഒരു ജ്ഞാനം കൊണ്ടോ ക്വാളിഫിക്കേഷൻ കൊണ്ടോ ഒന്നുമല്ല. എന്തുകൊണ്ടാ? രാജാതിരാജാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വസിക്കുന്നുണ്ട്, ഹല്ലേലൂയ. രാജാതിരാജാവ് നിങ്ങളുടെ ഭവനത്തിൽ വസിച്ചാൽ ആ ഭവനം മാറും, ആ ഭവനം ദേശത്തെ മാറ്റും. അതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും ഈ ഭവനത്തിൻ്റെ മുന്നിൽ ഇന്ന് വന്ന് കൂടിയിരിക്കുന്നത്, ശരിയല്ലേ? ഹല്ലേലൂയ. ഈ ഭവനത്തിൽ ഉണ്ടായ മുഴക്കം ദേശങ്ങളിൽ വ്യാപരിക്കും, ഹല്ലേലൂയ. സംസ്ഥാനങ്ങളിൽ വ്യാപരിക്കും, രാജ്യങ്ങളിൽ വ്യാപരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്നവർ എവിടെ ഇരുന്നൊക്കെയാണ് എന്നെ കേൾക്കുന്നതെന്ന് കമൻറ്റ് ചെയ്താട്ടെ. US ഈ മുഴക്കം കേൾക്കുന്നവരുണ്ട്, മനസ്സിലായോ? ജർമ്മനിയിലിരുന്ന് കേൾക്കുന്നവർ, തായ്ലാൻഡിലിരുന്ന് കേൾക്കുന്നവർ, ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കേൾക്കുന്നവർ, സ്തോത്രം. ഇന്നലെ കോഴിക്കോട് നിന്ന് ഈ മുഴക്കം കേട്ട് ഇവിടെ വന്നവരുണ്ട്. ഇവിടെ തിരുവനന്തപുരം, കോഴിക്കോട്, ഹല്ലേലൂയ. ഇത്ര ദൂരെയാണല്ലേ? അവിടെ നിന്ന് ഈ മുഴക്കം കേട്ട് വന്നവരാ, ഹല്ലേലൂയ.
നിങ്ങളൊന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഒരു മുഴക്കമാക്കി, ഒരു ശബ്ദമാക്കി മാറ്റാനായി പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ എൻ്റെ കർത്താവ് മാറ്റാനായി പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അറിയാത്ത ഒരു ജാതി നിങ്ങളെ അറിയാനായി പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അറിയാത്ത ജനങ്ങൾ നിങ്ങളെ അറിയാനായി പോകുന്നു. നിങ്ങളിൽ വ്യാപരിക്കുന്ന ആ ദൈവ സാന്നിധ്യം പരക്കാനായി പോകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തെ അത് തൊടും. ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കാണോ ഉള്ളേ? ഭാരപ്പെടണ്ട. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഭാരപ്പെടണ്ട. ജീവിത പങ്കാളി വരും, മക്കൾ വരും, അമ്മയും അപ്പനും വരും. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാം വരുന്ന ഒരു ദിവസമായത്. മടുത്തു പോകല്ലേ, പ്രാർത്ഥിക്കണം. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, നമുക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. അപ്പം പറഞ്ഞാട്ടെ, ആത്മാവിനാൽ നിറയണം. പറഞ്ഞാട്ടെ, ആത്മാവിനാൽ നിറയണം. എൻ്റെ ഇനി ജീവിതത്തിൽ ഏറ്റവും വലിയ ഉദ്ദേശം ആത്മാവിനാൽ നിറയുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ കർത്താവിൻ്റെ സന്നിധിയിൽ മുഴുവൻ സമയം രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, കർത്താവ് ഇതൊന്നും പോരാ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണേ, ആത്മാവിനാൽ ഞാൻ നിറയട്ടെ, ഞാൻ ആത്മനദിയിൽ എനിക്ക് ഒഴുകണം കർത്താവേ. ഹല്ലേലൂയ. അതുപോലെ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിനാൽ നിറയുമ്പോൾ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി തീരും. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പറയും. എൻ്റെ മക്കളോട് നീ സംസാരിക്കുക, അതും കർത്താവ് പറയും. ഹല്ലേലൂയ. ഇത് ശുശ്രൂഷയൊന്നും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ഇറങ്ങി ചാടിത്തിരിക്കുന്നതല്ല, അകത്തുള്ള ആ ഒരു നിർബന്ധം. ഹല്ലേലൂയ. ഞാൻ ഈ ഒരു ശുശ്രൂഷയിലോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ആദ്യം ഉണ്ടായത് എന്താണെന്ന് അറിയാമോ? ആത്മഭാരം. ഹല്ലേലൂയ. വലിയ സങ്കടം, നശിച്ചു പോകുന്ന ജനങ്ങളെ ഓർത്ത്. എത്ര പേർക്ക് ആ സങ്കടമുണ്ട്? നശിച്ചു പോകുന്ന മക്കളെ ഓർത്ത്. അതിൻ്റെ പേരാണ് ആത്മഭാരം. നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ദൈവം തൊടും, എഴുന്നേൽപ്പിക്കും. കാരണം നിങ്ങളുടെ അകത്ത് നശിച്ചു പോകുന്ന മക്കളെ ഓർത്ത് ഒരു ഭാരമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ കരയുമായിരുന്നു മണിക്കൂറുകളോളം, കർത്താവേ ഈ ദേശത്തെ രക്ഷിക്കണേ, ദേശത്തെ രക്ഷിക്കണേ, അപ്പോസ്തലന്മാരെ അയക്കണേ, പ്രവാചകന്മാരെ അയക്കണേ, ഇവാഞ്ചലിസ്റ്റുകളെ അയക്കണേ, ഈ ദേശത്തേക്ക് അയക്കണേ, ഇവിടെ ഉള്ള എല്ലാവരും രക്ഷിക്കപ്പെടട്ടെ, ഇവിടെ എല്ലാവരും മാനസാന്തരപ്പെടട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. 21 days ഫാസ്റ്റിംഗ് എടുത്ത് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചെസ്റ്റ് ഇൻഫെക്ഷനായി, ശ്വാസം മുട്ടൽ, പനി, തലവേദന, ഇതെല്ലാം കൂടി വന്നു. എനിക്ക് എഴുന്നേക്കാൻ വയ്യ. ഫാസ്റ്റിംഗ് ഏകദേശം 15 ദിവസത്തോളമായെന്നാണ് തോന്നുന്നു. പറ്റുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒടുവിൽ തീരുമാനിച്ചു ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹല്ലേലൂയ. ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ബോഡി കംപ്ലീറ്റ് വീക്കാണ്. എന്തോ പറ്റി? ഞാൻ പറഞ്ഞു ഇതുപോലെ ഫാസ്റ്റിംഗാ. കാര്യം നടക്കത്തില്ല, ഭക്ഷണം കഴിച്ചാലേ മരുന്നിടാൻ പറ്റത്തുള്ളൂ, ട്രിപ്പ് ഇടണം, ട്രിപ്പിലൂടെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ ഈ രോഗം മാറത്തുള്ളൂ. ഞാൻ ആകെ തളർന്നുപോയി. ഫാസ്റ്റിംഗ് 15 ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഫാസ്റ്റിംഗ് നിർത്തണ്ടേ അവിടെ വെച്ച്? ഓക്കെ, ഞാൻ പറഞ്ഞു ഫുഡൊക്കെ ഞാൻ കഴിച്ചോളാം. ഹല്ലേലൂയ. ഓക്കെ, അത് പറഞ്ഞു അഡ്മിറ്റ് ആവണം. ഹസ്ബൻഡ് പറഞ്ഞു അഡ്മിറ്റ് ആക്കാൻ പറ്റില്ല, വീട്ടിൽ 2 കുഞ്ഞുങ്ങളുള്ളതാണ്, അഡ്മിറ്റ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വിടും. കാരണം അത്ര സീരിയസ് ആ കാര്യം, അത് ഡോക്ടർക്ക് അറിയാം, അതുകൊണ്ട് ദേഷ്യപ്പെട്ട് പറയുക. ഹല്ലേലൂയ. ഹസ്ബൻഡ് പറഞ്ഞു സറണ്ടർ, അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു റൂമൊക്കെ എടുത്തു കേട്ടോ. റൂം എടുത്ത് കുഞ്ഞുള്ളതുകൊണ്ട് ഇളയ കുഞ്ഞെന്നെ കാണാതെ കിടക്കത്തില്ല അവള്. അന്നേരം എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സൊക്കെ അവൾക്കന്ന് വരുമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുവാണ്. ഞാൻ അന്നേരവും കരഞ്ഞു പ്രാർത്ഥിക്കുവാണ്, കർത്താവേ ദേശത്തിന് വിടുതലയക്കണേ. ഞാൻ അന്നേരം ആലോചിച്ചത് എനിക്ക് അസുഖമാണെന്നൊന്നുമല്ല, ശ്വാസം മുട്ടുകയാണ്, നല്ല ഇൻഫെക്ഷനുണ്ട്, ചെസ്റ്റെല്ലാം നല്ല പെയിനുണ്ട്. ഏതാണ്ടോ സാധനങ്ങളെ കൊണ്ട് കയ്യിൽ കുത്തിവെച്ചു. നീഡിലിൻ്റെ പേരെന്താ അറിയാമോ സമീര? നമ്മൾ ഈ ഒരു നീഡിൽ വെക്കുമല്ലോ ട്രിപ്പെല്ലാം ഇടാനായിട്ട്, അതെല്ലാം കൊണ്ട് കയ്യിൽ വെച്ച് തന്നു. എനിക്ക് ആകെ സങ്കടമായി, കൈ അടിക്കാനും പറ്റത്തില്ല. കയ്യിലെല്ലാം കൊണ്ട് താണ്ടേ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഒട്ടിച്ച് ട്രിപ്പിലൂടെ എല്ലാം മരുന്നും. അപ്പോൾ ഇതാ സംഭവം. ഞാൻ വിട്ടുകൊടുത്തില്ല. ഈ ട്രിപ്പ് ഇട്ടിരിക്കുന്ന അത്രയും സമയം ഞാൻ മിണ്ടാതിരിക്കും. ട്രിപ്പ് എടുത്ത് കഴിയുമ്പോൾ ഞാൻ കൈയടിച്ചാലേ. ഹാലല്ലേ, ആരെങ്കിലും നേഴ്സുമാർ വല്ലതും വന്ന് കതവിൽ തട്ടുമ്പോൾ അവർ കയറി വരുമ്പോൾ എന്താ പറ്റിയേ? റെസ്റ്റ് എടുക്കുന്നില്ലേ? എന്താ കരയുന്നേ? വലിയ വേദനയാണല്ലേ, ലങ്സിന് പെയിൻ ഉണ്ടല്ലേ? ഞാൻ പറയാം അതെ, ലങ്സിനൊന്നുമല്ല, ഹാർട്ടിനാണ് പെയിൻ. ലങ്സിന് പെയിൻ ഉണ്ട്, അത് ഇൻഫെക്ഷൻ്റെ പെയിനാണ്. എക്സ്റേ എടുത്തപ്പോൾ കംപ്ലീറ്റ് കഫം നിറഞ്ഞ് നിൽക്കുക, ഇൻഫെക്ഷൻ്റെ പെയിൻ ഉണ്ട്. എനിക്കതൊന്നും അല്ല പെയിന്. എൻ്റെ വേദന എന്ന് പറയുന്നത് ദേശത്തെ രക്ഷിക്കണേ അപ്പാ. ഹൃദയത്തിലെ വേദന കൊണ്ട് ഞാനങ്ങ് കരയുക. അപ്പോൾ ഈ വന്ന നേഴ്സ് എന്ത് വിചാരിച്ചെന്നറിയാമോ? ഭയങ്കര പെയിനാ പ്രശ്നം,
ഡോക്ടറെയൊക്കെ വിളിച്ചോണ്ട് വന്നാണ്ട് കരയുന്നു. എന്തോ പ്രശ്നമുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇനി ആവിയൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെയും പ്രശ്നമായി. എങ്ങാനും കരഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാൽ ഇവർ സമ്മതിക്കത്തില്ല. ഹാലലുയ. ഓക്കെ, പിന്നെ ഇൻഹേലറും എല്ലാം വെച്ച് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്ന ഒരാഴ്ച സമയം എന്ന് പറയുന്നത് ഞാൻ അവിടെ ഇരുന്ന് കർത്താവിനെ അങ്ങ് ആരാധിച്ചു. ഹാലലുയ. വീട്ടിലുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. ഞാൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്തു? ആത്മാവിന് കർത്താവിനെ ആരാധിച്ചു വന്നപ്പോൾ കൈ നീരേണ്ടു. സിറിഞ്ച് വെച്ചിരിക്കുന്നു. സിറിഞ്ച് മനസ്സിലായില്ലേ? കൈ നീര് കയറി, കൈ ഷിവർ ചെയ്യാൻ തുടങ്ങി. ഫാസ്റ്റിംഗ് ആണ്, നേരെ ഒന്നും കഴിക്കുന്നുമില്ല. ഇതൊന്നും ഇവർക്കൊന്നും അറിയത്തില്ല ഡോക്ടേഴ്സിന്. കൈ നീര് കയറി. ഡോക്ടർ പറഞ്ഞു കയ്യിൽ ഇങ്ങനെ അമിതമായി നീര് വരുന്നുണ്ടല്ലോ, അനക്കിയോ കൈ? ഞാൻ പറയും ഞാനങ്ങനെ അനക്കൊന്നുമില്ല. അവരോട് ഈ കൈ അടിച്ച് ഞാൻ ആരാധിച്ചെന്ന് പറഞ്ഞ് അന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും. അഡ്മിറ്റ് ചെയ്തിട്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആത്മഭാരം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ തീക്കകത്ത് കൊണ്ടിട്ടാലും നിങ്ങൾ അവിടെ കിടന്ന് ആരാധിക്കും. ഹാലലുയ. കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പോൾ അവിടെ ആരാധന ഉയർന്നു. സകലരും ഫ്രീ ആയി, കാരാഗ്രഹം തുറന്നു. ഹാലലുയ. ആരാധന ദേശങ്ങളെ ചലിപ്പിക്കും. ഹാലലുയ. അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം ഡോക്ടർ തന്നെ മനസ്സിലാക്കി ഇനി ഇത് വെച്ചിരിക്കാൻ പറ്റില്ല. കയ്യിലെല്ലാം നീരായി. ഡോക്ടറെല്ലാം ഊരി മാറ്റി. ശരീരമൊക്കെ ഷിവറിങ് ആരംഭിച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല, ഇത് ഫാസ്റ്റിംഗ് എടുത്ത് മരുന്ന് കയറുന്നതുകൊണ്ടാണ്. സൈഡ് എഫക്റ്റ് ആയിരിക്കും, മതി, നമുക്കെല്ലാം സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നാളെ ഞാൻ ഡിസ്ചാർജ് തരുവാണ്. നമ്മുടെ സ്തോത്രം, സന്തോഷം. എക്സ്റേ എടുത്തു. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഫുൾ റെസ്റ്റ്. 1 മാസം അനങ്ങരുത്, സംസാരിക്കരുത്. പിന്നെ ഞാൻ അത്രയും സമയം സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ഡോക്ടറിനെ ഇവിടെ അറിയുന്നു? അതൊന്നും അറിയത്തില്ല. ഹാലലുയ. ഞാൻ ഇങ്ങോട്ട് വന്നുണ്ടല്ലോ, ഇവിടെ കയറുമ്പോൾ അന്ന് ഒരു പാസ്റ്റർ ഒരു വീട് വാടകയ്ക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ചേട്ടനോടൊപ്പം വന്നിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് മാറി വരികയാണ്. അപ്പോൾ പാസ്റ്റർ വന്നത് അദ്ദേഹത്തിന് ഒരു വീട് വാടകയ്ക്ക് വേണം, അത് കാണിച്ചു കൊടുത്ത് അയാൾ അവിടെ കൊണ്ടാക്കാനായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിരിക്കുവാണല്ലോ, എന്തായാലും ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. ഞാനവിടെ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വന്നതല്ലേ, ഇരുന്നോളൂ. അയ്യോ, ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഹീൽഡാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ആരെങ്കിലും പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷമൊന്നുമില്ല. അദ്ദേഹം ജസ്റ്റ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദാണ്ടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അദ്ദേഹം പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ടക്ക് 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 എന്ന് പ്രവചനം വരിക. സഹോദരി, കർത്താവ് നിന്നോട് സംസാരിക്കുന്നു, നീ ദേശത്തിനു വേണ്ടി കരയുന്നു. ഹല്ലേലൂയ. ആ കരച്ചിലിന്റെ മേൽ എസ്തേർ രാജ്ഞിയുടെ മുമ്പിൽ ചെങ്കോൽ നീട്ടിയതുപോലെ യേശു നിന്റെ മുമ്പിൽ ചെങ്കോൽ നീട്ടുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഞാനവിടെ ഇരുന്നങ്ങ് കരഞ്ഞു. ഹാലലുയ. അത്രയും ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് കരഞ്ഞത് എൻ്റെ അപ്പൻ കണ്ടല്ലോ. നേഴ്സ് കണ്ടിട്ടില്ല, ഡോക്ടർ കണ്ടിട്ടില്ല, ജീവിത പങ്കാളി കണ്ടിട്ടില്ല, എൻ്റെ മക്കൾ കണ്ടിട്ടില്ല. ഹാലലുയ. എൻ്റെ അപ്പൻ കണ്ടു. ഹാലലുയ. നീ ഏത് സാഹചര്യത്തിലോ ദൈവ പൈതലേ ആയിക്കോട്ടെ, നിൻ്റെ അകത്തു നിന്നൊരു പ്രാർത്ഥന ഉയരുന്നെങ്കിൽ നിൻ്റെ അപ്പൻ അത് കാണും. സെൽഫിഷ് പ്രയർ അല്ല കേട്ടോ, ദേശത്തിന് വേണ്ടിയുള്ള കരച്ചിൽ കാണും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞ എന്താണെന്നറിയാമോ? വേറെ ആൾക്കാരെ അയക്കണമെന്ന്. പാസ്റ്റർ പറയുകയാണ്, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നു. സ്തോത്രം. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നു ദേശത്തിനായിട്ട്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചത് കൊല്ലാപ്പായല്ലോ. ഇപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്നെന്നോ? പോയി കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എൻ്റെ കർത്താവേ, ഞാൻ പറഞ്ഞത് വേറെ ആൾക്കാർ അയക്കണമെന്നല്ലേ, എന്നെ എന്തിനു വിളിച്ചത്? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു നീ പോണം. ഹല്ലേലൂയ. നീ എനിക്ക് വേണ്ടി പോ, നീ പോ, നിന്നെ ഞാൻ അയക്കാൻ പോവുക. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ആ സഹോദരൻ അക്കമിട്ട് അതുപോലെ അങ്ങ് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോടൊന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. രാജ്യങ്ങളിലേക്ക് നിന്റെ ശബ്ദം പോകും. ആ പ്രവചനം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് നിന്റെ ശബ്ദം പോകും. ഹല്ലേലൂയ. സ്തോത്രം. രാജ്യങ്ങളിൽ ഞാൻ നിന്നെ അയക്കും. ഹല്ലേലൂയ. ഇതെല്ലാം കർത്താവ് എന്നോട് സംസാരിച്ചു. ഞാൻ അവിടെ ഇരുന്നങ്ങ് കരഞ്ഞു. പക്ഷേ ഞാൻ മിനിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല, ശുശ്രൂഷയിൽ ഇറങ്ങാനായിട്ട് തയ്യാറായില്ല. കാരണം അങ്ങനാണല്ലോ നമ്മൾ, കർത്താവ് എത്ര പറഞ്ഞാലും നമ്മൾ പോകത്തില്ല. പിന്നെ ആരെല്ലാം എന്നെ കാണുന്നോ, ഞാൻ ഏത് മീറ്റിങ്ങിൽ ചെന്നിരുന്നാലും അവിടെ എല്ലാം എന്നെ പൊക്കും.
കർത്താവ് നിന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു. അയ്യോ, ഇരിക്കാൻ നിവർത്തിയില്ല. പിന്നെ ഒരു മീറ്റിങ്ങിനും ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഒളിച്ചു പോയിരിക്കും. ഇവരൊന്നും എന്നെ കാണരുത്. അവിടെ നിന്ന് പൊക്കി എഴുന്നേൽപ്പിക്കും. നമ്മളെ കുടുംബത്തോടെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു. ദേശത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാ നിങ്ങൾ. എഴുന്നേറ്റോ, എഴുന്നേറ്റോ, എഴുന്നേറ്റ് പ്രകാശിക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും ഞാൻ കേൾക്കില്ല. കാരണം ഒരു സൈഡിൽ കൂടെ കേട്ടാലും ഞാൻ അതിന് പ്രതികരിക്കില്ല. മിണ്ടാതെ പോയിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ സൂം മീറ്റിങ്ങിൽ ഞാൻ കയറിയിരിക്കുവാണ്. അപ്പോൾ ഈ സൂം മീറ്റിങ്ങിലാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ, ഫോട്ടോ ഒന്നും ഇടാതെ ഒളിച്ചിരിക്കാമല്ലോ. അങ്ങനെ ഒളിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമൃത എന്ന് പേരുള്ള സഹോദരി വീഡിയോ ഓപ്പണാക്കി. ഞെട്ടിപ്പോയി. വീഡിയോ ഓപ്പണാക്കി. എവിടാണ്ടോ ഇരുന്ന ഒരു പ്രവാചകൻ പ്രവചിക്കുകയാണ്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നീ ചെയ്തോണം. ഹല്ലേലൂയ. കർത്താവ് ദേഷ്യപ്പെട്ടു. എൻ്റെ പൊന്നേ, സഹിക്കാൻ വയ്യ എനിക്ക്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നീ വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് കരുതി മാറിയിരിക്കല്ലേ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നീ ചെയ്തോണം. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് നിനക്ക് വിളിയുണ്ടോ? കർത്താവ് നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ. അന്ന് ഞാൻ തീരുമാനിച്ചു, 2-1 അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അന്ന് ഞാൻ കിടന്നുറങ്ങും കേട്ടോ. സങ്കടത്തോടെ കിടന്നുറങ്ങുക. ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. രാത്രിയിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക, നീ എന്നെ സ്നേഹിക്കുന്നോ? എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പിന്നെയും കേൾക്കുക, നീ എന്നെ സ്നേഹിക്കുന്നോ? ഞാൻ പറഞ്ഞു, സ്നേഹിക്കുന്നുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നോ? പിന്നെയും കേൾക്കുക. ഭയങ്കര സങ്കടമായി. കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്ക, എൻ്റെ ആടുകളെ മേയ്ക്ക. ഹല്ലേലൂയ. ഞാൻ ചാടി എഴുന്നേറ്റം കരച്ചിൽ തുടങ്ങി. കർത്താവേ, ഞാൻ റെഡിയാ, ഐ സറണ്ടർ. ഇത്രയും കാലം ഞാൻ മാറി നിന്നു, വേണ്ടാന്ന് വെച്ചു. പലരെ കൊണ്ട് ശുശ്രൂഷിക്കാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും ശുശ്രൂഷിച്ചിട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനി വയ്യ, ഞാൻ നിന്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുകയാ. ഐ സറണ്ടർ. ഹല്ലേലൂയ. അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ ജോലി ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ഒന്നും അറിഞ്ഞൊന്നും കൂടാ, ബൈബിളും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ കീഴടങ്ങി. ഞാൻ കീഴടങ്ങി കർത്താവിന്. ഹല്ലേലൂയ. അന്നു മുതൽ ഇന്ന് വരെ കർത്താവ് എന്നിലൂടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല, നിങ്ങളുടെ സാഹചര്യങ്ങൾ അപ്പൻ ആവശ്യമില്ല, നിങ്ങൾക്ക് എന്തോ അറിയാമെന്ന് കർത്താവിന് ആവശ്യമില്ല. നീ ബൈബിളിൽ DTH BTM എന്തോ എടുത്തതെന്ന് കർത്താവ് ചോദിക്കുന്നില്ല. നീ അവൈലബിൾ ആണോ കർത്താവിന്? അവൈലബിൾ ആണോ നീ ദൈവത്തിന്? ദൈവം നിന്നെ ഉപയോഗിക്കും. എനിക്കൊരു ശുശ്രൂഷ ഉണ്ട് എന്നൊന്നും നിങ്ങൾ പറയണ്ട. നിനക്ക് ശുശ്രൂഷ ഉണ്ടെങ്കിൽ ദൈവം അത് തെളിക്കും. ഹല്ലേലൂയ. ദൈവം അത് തെളിയിക്കും. അത് ദൈവത്തിൻ്റെ സീസണിലേക്ക് വരുമ്പോൾ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. അടുത്ത തലങ്ങളിലേക്ക് എൻ്റെ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. എവിടെ പോകണോ അപ്പ റെഡിയാന്ന് പറ. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിൽ പോകണോ? റെഡിയാ. ഹല്ലേലൂയ. തെരുവുകളിൽ ഇറങ്ങണോ? റെഡിയാ. കോളനികളിൽ ശുശ്രൂഷിക്കണോ? ഞാൻ റെഡിയാ. ഹല്ലേലൂയ. റെഡിയാണെന്ന് അപ്പനോട് പറ. ഹല്ലേലൂയ. എവിടെ പോയും ഞാൻ യേശുവിൻ്റെ വേല ചെയ്യാം. യേശു എന്നോട് കൂടെ നടക്കുമല്ലേ. കർത്താവ് എന്നോട് പറയുക, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ടിരിക്കുക. ഹല്ലേലൂയ. എനിക്ക് ഉത്സാഹികളെ ഇഷ്ടം. കർത്താവ് പറയും, എനിക്ക് ഉത്സാഹികളെയാണ് ഇഷ്ടം. മടുത്ത് ഉറങ്ങിയിരിക്കുന്നവനെയൊന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. നീ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നവളായി തീരണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കണം. എന്നാൽ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഉറക്കപ്പെട്ടു പോയ 4 ചുവരുകൾക്കകത്ത് അകപ്പെട്ടു പോയ എല്ലാവരെയും ഇന്ന് കർത്താവ് ഉണർത്തുകയാണ്. വലിയൊരു കാറ്റ് നിങ്ങളുടെ ഭവനങ്ങളിൽ അടിക്കട്ടെ. നിങ്ങളുടെ മേൽ ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളെല്ലാം ഒന്നിച്ചൊന്ന് ആരാധിക്കാനായിട്ട് പോവുകയാണ്. ഒന്നിച്ച് ആരാധിക്കുമ്പോൾ ആ സാന്നിധ്യം നമ്മളിലേക്ക് വ്യാപരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ ദാസനുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഇരിക്കണം കേട്ടോ. ഇത് സമയമൊന്നും നിങ്ങൾ നോക്കരുത്. കർത്താവിന് ചെയ്യാനുള്ള കർത്താവ് ചെയ്യട്ടെ. ഒന്ന് ആരാധിക്കാനായിട്ട് പോവുകയാണ്. നമ്മളൊന്ന് വർഷിപ്പ് ചെയ്യാനായിട്ടാണ്. ആ സാന്നിധ്യം നമ്മളിലേക്കൊന്ന് വ്യാപരിക്കാൻ, ആ നിറവ് നമ്മളിലേക്ക് വെളിപ്പെടാൻ, നമ്മളുടെ ശുശ്രൂഷ മണ്ഡലങ്ങൾ വെളിപ്പെടാൻ, നമ്മുടെ തെരഞ്ഞെടുപ്പ് വെളിപ്പെടാൻ, നമ്മുടെ വിളി വെളിപ്പെടാൻ. ഹല്ലേലൂയ. റാക്കൽസ് ബരാഹത്ത് രോഗലസ് മനാറ തോരകലസതോ. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. മോനെ വന്നേ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഇരിക്കണമെന്നുള്ളവർക്ക് ഇരിക്കാം. നമ്മൾ ആരാധിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. യേശുവേ, കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു.
യൂട്യൂബിൽ എന്നെ കാണുന്നവർ, ഫാമിലി ആയിട്ട് നിൽക്കുന്നവരൊക്കെ കരം പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഫാമിലി ആയിട്ട് നിൽക്കുന്നവരൊക്കെ കരം പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് അടുത്ത ആൾക്കാരെ കരം പിടിക്കണമെന്ന് തോന്നുന്നെങ്കിൽ കരം പിടിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ സഭയാ, ദൈവത്തിന്റെ മക്കളാ, നമ്മൾ അവയവങ്ങളാ. ആ ശരീരം ഒന്നിച്ച് ചേരുമ്പോ ആ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. കരം പിടിച്ചാട്ടെ, കരം പിടിച്ച് ചേർന്ന് നിന്നാട്ടെ. ഹല്ലേലൂയ. ആരും കരം പിടിക്കാൻ ഇല്ലാത്തവരോട് പറഞ്ഞാട്ടെ, അപ്പ അങ്ങന്റെ കരം പിടിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് തരിക, അങ്ങന്റെ കരം പിടിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആ സാന്നിധ്യം ഇന്ന് അവരിലേക്ക് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ആ സാന്നിധ്യം അവരിലേക്ക് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ആ സാന്നിധ്യം അവരിലേക്ക് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് അവരെ തൊടണമേ. എത്ര ഉള്ളങ്ങളാണോ എനിക്ക് യേശുവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്, അത്രയും ഉള്ളങ്ങളെ എന്റെ കർത്താവ് തൊടണം, 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 തൊടണം. ഇപ്പോൾ അവരിലേക്ക് ആ സാന്നിധ്യം വ്യാപരിക്കട്ടെ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ, നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. പിരിയാതെ, വിട്ടുപിരിയാതെ, അകലാതെ, ദൂരെ മാറാതെ. കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പൊ ആ മാറിൽ നിന്ന് എനിക്ക് വിട്ടുപിരിയണ്ട, എനിക്ക് ഒരിടത്തും പോകണ്ട. ഹല്ലേലൂയ. അങ്ങയുടെ ആ മാർവിൽ എന്നെ ചേർത്ത് വെക്കണമേ, ആ സാന്നിധ്യത്തിൽ എന്നെ ചേർത്ത് വെക്കണമേ. എനിക്ക് മറ്റാരും ആശ്രയമില്ല, അങ്ങ് മാത്രം എന്റെ ആശ്രയം. ഹല്ലേലൂയ. നിൻ സന്നിധി മതി യേശുവേ, ആ സാന്നിധ്യം മതി എന്നുമേ. പാടിയാട്ടെ, നിങ്ങൾ വായകളെ തുറന്ന് പാടിയട്ടെ സഹോദരങ്ങളെ. സ്വരം ഒന്നും ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ, നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. പിരിയാതെ, വിട്ടുപിരിയാതെ, അകലാതെ, ദൂരെ മാറാതെ, പിരിയാതെ, വിട്ടുപിരിയാതെ, അകലാതെ, ദൂരെ മാറാതെ, അരികിലാ, നിന്നരികിലാ, അറിയുന്നു നിൻ സാന്നിധ്യം. അരികിലാ, എന്നരികിലാ, അറിയുന്നു നിൻ സാന്നിധ്യം. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. കർത്താവ് നിങ്ങളെ തൊട്ടുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളെ തൊട്ടുകൊണ്ടേയിരിക്കുക. ആ സാന്നിധ്യത്താല് അവൻ നിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ, അപ്പാ എന്നെ അങ്ങ് ചേർത്ത് വെച്ചാട്ടെ, ആ ഹൃദയത്തോട് ചേർത്ത് വെച്ചാട്ടെ. അപ്പാ
എന്നോടങ്ങ് സംസാരിച്ചോട്ടെ. അങ്ങയുടെ ഇമ്പസ്വരം കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നപ്പാ. എന്നെ അങ്ങ് കൈവിടല്ലേ, ഉപേക്ഷിക്കല്ലേ. ഒരു നാളും തള്ളിക്കളയാത്ത സ്നേഹമേ, അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരികയാണ്. ആ സാന്നിധ്യത്താല് ഞങ്ങളെ നിറയ്ക്കണമേ. ओ